ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുഖമില്ലേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഏയ് എന്താന്നറിയില്ല, ഒരു തലവേദന. ബാമോല്ല ഇരിപ്പുണ്ടാ? ഉണ്ടല്ലോ, എടുത്തു തരാം. ഒന്ന് കൊണ്ടുപോവാ. പറയടാ. അച്ഛനെ, സത്യാമ്മ എന്നെയും കൂട്ടി നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിരുന്നു. വീടൊക്കെ തൂത്ത് തുടച്ച് പുല്ലും കാടൊക്കെ വെട്ടി ക്ലിയർ ആക്കി. അവിടെ എല്ലാവരും കൂടെ താമസിക്കാൻ പോവാണെന്നാ പറഞ്ഞേ. ശരിയാണോ അച്ഛനെ? എന്റെ മോനെ, അമ്മയുടെ ഓരോ തീരുമാനങ്ങളാ. എന്താവും എങ്ങനെയാവുന്നൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. എടാ, ഞാൻ എന്തായാലും വിളിക്കാം. ഞാനാകെ ടയർഡായിട്ട് വന്നിട്ട് കയറിയതേ ഉള്ളൂ. വല്ലാത്ത തലവേദന. അച്ഛനെ ഹോസ്പിറ്റലിൽ പോണോ? പറഞ്ഞാ മതി അച്ഛനെ, ഞാൻ വരാം. അതൊന്നും വേണ്ട, ഒന്ന് കടന്നാ മതി. എന്നാ ഗുഡ് നൈറ്റ് അച്ഛനെ. ഞാൻ വിളിക്കാം. കമലിനെ വിളിച്ചേ. അമ്മ നമ്മളെ പഴയ വീട്ടിലേക്ക് എല്ലാരെയും കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അത്രേ. കമലിനെ കൊണ്ടുപോയിട്ട് അവിടെ ഫുള്ള് വൃത്തിയാക്കിപ്പിച്ചു. എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ട് അമ്മയുടെ മനസ്സിൽ. എനിക്ക് തോന്നുന്നതേ, അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്നാ. പഴയ പോലെ ദേഷ്യമൊന്നുമില്ല. തൻ്റെയും സത്യയുടെയും കാര്യമൊക്കെ പറയുമ്പോഴേ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് ഇത്രേ. ഒരു സത്യന് വലിയ കാര്യമാണ്. അമ്മ ഇവിടെയും വന്നു, സത്യെ കാണാൻ സ്കൂളിൽ ചെല്ലുന്നു, പലതും വാങ്ങിക്കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? വേറെന്ത്? നമ്മളെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതൊരിക്കലും സത്യമ്മ നേരിട്ട് പറയുന്നില്ലല്ലോ. എല്ലായിടത്തും വരുന്നത് അച്ഛനല്ലേ. സത്യമ്മ ഒരിടത്തും നമ്മൾ ചെല്ലണമെന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. ഇങ്ങനെയൊക്കെ പറയും പ്രവർത്തിക്കും ചെയ്യുന്ന തന്നെ വലിയ കാര്യമെന്ന് കരുതിയാൽ മതി. എന്റെ പേടി അതല്ല. ഒടുവിൽ വന്ന് താമസിച്ചിട്ട് എന്നെ പഴയ പോലെ അവിടെ നിന്ന് അടിച്ചിറക്കിയാലോ? ഓർമ്മയുണ്ടല്ലോ പഴയ കാര്യങ്ങളൊക്കെ. എല്ലാം എന്റെ കൺമുന്നിൽ മായാതെ മറിയാതെ നിൽക്കുക. ഓർമ്മകൾക്ക് മറവി സംഭവിക്കാം. പക്ഷെ ഇത് മരിച്ച് ജീവിച്ച കാര്യങ്ങളായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഒന്നൊന്ന് താവിടെ ഇരിക്കേ. അല്ല, ഇപ്പൊ താനെന്താ പറഞ്ഞു വരുന്നേ? സത്യമ്മ എന്നോട് നേരിട്ട് പറയട്ടെ. അല്ലാതെ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു അല്ല മരുമകളെയും മകനെയും ഒപ്പം താമസിക്കാൻ വിളിക്കേണ്ടത്. വന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പോണോ വേണ്ടെന്ന്. തലവേദന കുറവുണ്ടോ? ഒന്ന് കുറഞ്ഞ, പക്ഷെ ഇപ്പൊ കൂടി. അത് പക്ഷെ ഈ ബാമൊന്നിട്ടാ മാറാൻ പോകുന്നില്ല. വരുന്നു.